ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു ട്രെയിൻ യാത്ര പോവാണ് കേട്ടോ. നമ്മളിപ്പോ സൗത്ത് റെയിൽവേ സ്റ്റേഷനിലാണ് നിൽക്കുന്നത്. അപ്പൊ നമ്മൾ ഇനി ഇവിടെ നിന്ന് കൊല്ലത്തേക്കാണ് പോകുന്നത് ഗായ്സ്. അവിടെ പോയിട്ട് എന്താണ് വിശേഷം എന്നൊക്കെ അവിടെ പോയിട്ട് തന്നെ കാണാം. അപ്പൊ നമ്മൾ കുറച്ച് ആൾക്കാരുണ്ട്, ആരൊക്കെയാണെന്നൊക്കെ ഇപ്പൊ ഞാൻ കാണിച്ചതാ കേട്ടോ. അപ്പൊ നമ്മുടെ ട്രെയിൻ ഓൾറെഡി കുറച്ച് ലേറ്റ് ആണ്. 11 മണിക്കത്തെ ട്രെയിൻ നമ്മൾ വരുന്നത് 11:20 ഗൈസ്. അപ്പൊ അത്ര നേരം നമുക്ക് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് നിൽക്കാന്ന് വിചാരിച്ചു. അപ്പൊ അതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ഞങ്ങളൊരു ട്രെയിൻ യാത്ര പോവുകയാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെൽ ബട്ടണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്കിനി വീഡിയോയിലേക്ക് പോവാം. അതെ ഗൈസ്, നമ്മളിത് എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഞങ്ങളാണെങ്കിൽ നല്ല എക്സൈറ്റ്മെൻറ്റിലാണ്. കാരണം ഞാനിവിടെ ആദ്യമായിട്ടാണ് കേട്ടോ ഈ കൊച്ചിയിൽ നിന്ന് കൊല്ലം വരെ അത്രയും ദൂരം നമ്മൾ യാത്ര ചെയ്യുന്നത്. അപ്പൊ ദേ നമ്മുടെ കൂടെ ഉള്ളവരാണ് കേട്ടോ. മീര ഉണ്ട്, നമ്മളെ സരിത ചേച്ചി ഉണ്ട്, പിന്നെ 2 പിള്ളേര് കൂടി അവിടെ ഉണ്ട് കേട്ടാ. അപ്പൊ എങ്ങനെയാണ് നമ്മൾ അടിച്ചു പൊളിക്കാൻ വേണ്ടി പോണല്ലേ ഗൈസ്? ഒരു നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ ഇതേപോലെ ട്രെയിൻ യാത്രകളൊക്കെ. എനിക്ക് ഭയങ്കര ഇഷ്ടത്തോടെയാണ് ഗൈസ് ഞാൻ പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുന്നത്. അപ്പോൾ വന്നു കഴിഞ്ഞപ്പോഴേക്കും ട്രെയിൻ കുറച്ച് ഡിലേ ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്തു കേട്ടോ. അവിടെ നല്ല ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല വെള്ളമൊക്കെ കുടിച്ച് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഹൈഡ്രേറ്റ് ആയിട്ട് നിന്നപ്പോഴേക്കും നമ്മുടെ അതേ ട്രെയിൻ എത്തി. അങ്ങനെ എല്ലാവരും കെട്ടും പാണ്ടൊക്കെ എടുത്തിട്ട് ഞങ്ങൾ പോവുകയാണ് കേട്ടോ ഗൈസ്. ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. ഞാൻ ഇടക്കിടക്ക് പറയുന്നത് എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയതുകൊണ്ട് തന്നെയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ കുഞ്ഞുനാളിലേക്ക് ട്രെയിനിൽ കയറാൻ ഭയങ്കര ആഗ്രഹവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ ഇതുവരെ ഞാൻ ട്രെയിനിൽ അങ്ങനെ എത്രയും ദൂരമൊന്നും സഞ്ചരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ലിറ്റിൽ ബിറ്റ് കൂടുതലുണ്ടല്ലോ, ഒത്തിരി കൂടുതൽ എക്സൈറ്റ്മെൻറ്റ് ഉണ്ട്. അപ്പം ട്രെയിനിൽ കയറിയ ഉടനെ ഞങ്ങൾ സീറ്റൊക്കെ പിടിച്ചിട്ട് വർത്താനമൊക്കെ പറഞ്ഞ് ഞങ്ങൾ കാഴ്ചയൊക്കെ കണ്ട് അവിടെ അങ്ങനെ ഇരിക്കുമായിരുന്നു കേട്ടോ. നല്ലൊരു വൈബും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇത്തിരി ചൂടുണ്ടായിരുന്നു, അത് മാത്രമേ എനിക്ക് ഇത്തിരി പ്രശ്നമായിട്ട് തോന്നിയുള്ളൂ. അങ്ങനത്തെ സരിത ചേച്ചിയുടെ ഓരോ പോസൊക്കെ നിന്ന് ചെയ്യുന്നുണ്ട്. പിന്നെ കുറേ നേരം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ട്രെയിനിൻ്റെ തൊട്ട് ആ ഡോറിൻ്റെ സൈഡിൽ വന്നിരുന്നിട്ട് കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ ആസ്വദിച്ചു നിന്നേ. വീഡിയോ ഓണാക്കുമ്പോൾ ഒരാളാണെങ്കിൽ ക്യൂട്ട്നെസ് വാരി വെതറും, ഒരാളാണെങ്കിൽ തമ്പിൻ്റെ എക്സ്പ്രഷൻ ഇടലാണ് കേട്ടോ പണി. അപ്പം ഇതാണ് കേട്ടോ ഞങ്ങൾ ചിരിക്കണത്. അങ്ങനെ നീണ്ട 3 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ എത്തി ഗായ്സ്. അപ്പൊ നമ്മളിത് ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. കായംകുളത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നേരെ ഓട്ടോയിലോ ബസ്സിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കയറിയിട്ട് നമുക്ക് നേരെ പോവാട്ടോ ഗായ്സ്. ഞങ്ങൾ ഈ കുറ്റിയും പറിച്ച് പോകുന്നത് എവിടെയാണെന്ന് അറിയാവോ ഗൈസ്? വേറെ എവിടെയല്ല, നമ്മുടെ ആതിരയുടെ വീട്ടിലേക്കാണ്. അവിടെ ഉത്സവം നടക്കുവാണ് കേട്ടോ. അത് പ്രമാണിച്ച് ഞങ്ങൾ കുറച്ചു പേര് അങ്ങോട്ടേക്ക് ചെല്ലാൻ പോവുകയാണ് ഗൈസ്. അപ്പൊ ബാക്കി വിശേഷങ്ങളെല്ലാം അവിടെ പോയിട്ട് തന്നെ കാണാം കേട്ടോ. അവിടെ ഉത്സവം നടക്കുന്ന പ്രമാണിച്ച് നല്ല ഘോഷയാത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ചെന്നിറങ്ങിയതും അതൊക്കെ കണ്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് കയറിയേ. അങ്ങനത്തെ ഇതാണ് കേട്ടോ നമ്മുടെ താരം ആതിര എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ വീട്ടിൽ ചെന്ന് നല്ല അടിപൊളി ഫുഡൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ ഇറങ്ങിയത്. ആ സമയത്ത് കറണ്ട് പോയത് കൊണ്ട് അപ്പോഴത്തെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ഗൈസ്. അപ്പം അതേ ഘോഷയാത്ര കാണാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും ചേച്ചിയും ചേട്ടനും എല്ലാവരും ഉണ്ട്, എല്ലാവരും കൂടി പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും വീട്ടിൽ പോയിട്ട് റെഡിയായി മേക്കപ്പ് ഒക്കെ ചെയ്ത് സുന്ദരികളായിട്ടാണ് കേട്ടോ പിന്നെ തിരിച്ച് വരുന്നത്. ഇനി ഞങ്ങൾ നേരെ അമ്പലത്തിലേക്കാണ് കേട്ടോ ഗൈസ് പോകുന്നത്. പോകുന്ന വഴിയിലുള്ള കാഴ്ചകളൊക്കെയാണ് കേട്ടോ ഗൈസ് ഈ കാണുന്നത്. ഇപ്പൊ അവിടത്തെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അവിടുത്തെ ആ ഒരു രീതികളും എല്ലാം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നല്ല എൻജോയ്മെന്റ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തോരം എൻജോയ്മെന്റ് അവിടെ നടന്നു എന്നുള്ളത്. പക്ഷെ വീട്ടിലെ കാര്യങ്ങളൊന്നും എനിക്ക് കാണിക്കാൻ വേണ്ടി പറ്റിയില്ല ഗൈസ്. കാരണം വീട്ടിൽ ചെന്നപ്പോഴേക്കും ഫുൾ കറണ്ട് പോയി. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ചതൊക്കെ ഞങ്ങള് ടോർച്ച് ലൈറ്റ് ഒക്കെ ഓണാക്കി വെച്ചിട്ടാണ് ഞങ്ങൾ ഫുഡ് കഴിച്ചത്. അപ്പൊ ആ ഒരു ഇതായത് കൊണ്ട് കറണ്ട് ഇനി വരൂല എന്നുള്ളത് കൊണ്ടും ഞാൻ ഫോൺ അധികം യൂസ് ചെയ്തില്ല. ഫോൺ ഓൾറെഡി മാറ്റി വെച്ചു. അല്ലെങ്കിൽ ഇനി കാണുന്ന കാഴ്ചകളൊന്നും നമുക്ക് കാണാൻ വേണ്ടി പറ്റൂലായിരുന്നു. അതുകൊണ്ട് ഒന്ന് എക്സ്ക്യൂസ് ചെയ്യാട്ടോ ഗൈസ് അതൊക്കെ. അപ്പൊ ഇനി ഉള്ള വിശേഷങ്ങളാണ് കേട്ടോ ഈ കാണുന്നത്. അമ്പലത്തിൽ ചെന്ന് കഴിഞ്ഞിട്ടുള്ള വിശേഷങ്ങളൊക്കെയാണ് ഈ കാണുന്നത്.
അമ്പലത്തിലെ കൊട്ടും പാട്ടൊക്കെ കഴിഞ്ഞ് പിന്നെ ഫുൾ DJ പരിപാടികളായിരുന്നു കേട്ടോ ഗൈസ്. അമ്പലത്തില് അടിപൊളിയായിരുന്നു. ഈ ഒരു അടിപൊളി മൊമെന്റ് ആയിരുന്നു കേട്ടോ ഞങ്ങൾ കാത്തിരുന്നേച്ചത് ഗൈസ്. അടിപൊളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര അടിപൊളിയായിരുന്നു. ഞങ്ങൾ ഇവിടുത്തെ അമ്പലത്തിൽ പോലും ഇതേപോലെ ഡിജെയും പാട്ടും മേളമൊക്കെ ഇട്ട് അടിച്ച് പൊളിച്ചാണ് കേട്ടോ ഞങ്ങൾ അവിടെ നിന്നേച്ചത്. അത് നിങ്ങൾക്ക് അതവിടെ നിന്ന ഓരോരുത്തർക്കും അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരു ടൈം ആയിരുന്നു കേട്ടോ ഗൈസ്. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്കറിയാം എനിക്ക് ഇങ്ങനത്തെ ഉള്ള വൈബൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞങ്ങളൊക്കെ ഭയങ്കര തകർത്താണ് അവിടെ ആടിക്കൊണ്ടിരുന്നത് ഗൈസ്. അപ്പോ ഈ കുറച്ച് ഭാഗങ്ങളൊക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ട്, അതൊക്കെയാണ് കേട്ടോ ഈ കാണിക്കുന്നത്. അങ്ങനെ അവിടുത്തെ പാട്ടും വിശേഷം എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിൽ പോയി അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ റെയിൽവേ സ്റ്റേഷനിൽ വന്നു കേട്ടോ. അപ്പൊ റെയിൽവേ സ്റ്റേഷൻ വന്നു കഴിഞ്ഞപ്പോൾ ഒരു ചായ കുടിക്കാൻ തോന്നി. ചായയൊക്കെ കുടിച്ച് ഒന്ന് റഷ് സെറ്റപ്പ് ആക്കിയപ്പോഴേക്കും നമ്മുടെ ട്രെയിൻ വരാനുള്ള ടൈം ആയി ഗൈസ്. അങ്ങനെ ട്രെയിൻ വരാൻ വേണ്ടിയിട്ട് ഒരുപാട് നേരമൊന്നും വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ ട്രെയിൻ വന്നു. എല്ലാവർക്കും നാളെ വർക്ക് ഉള്ളത് കൊണ്ട് ഞങ്ങൾ എല്ലാവരും ഇന്ന് രാത്രി തന്നെ, അതായത് ഇപ്പോൾ ഒരു 12 മണിയൊക്കെ ഏകദേശം ആകാറായി, ഇന്ന് തന്നെ ഇറങ്ങി കേട്ടോ. കാരണം നാളെ എല്ലാവർക്കും പോകണമല്ലോ, അതുകൊണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ദിവസം അടിച്ച് പൊളിച്ചു ഗൈസ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് പിരിയുന്നത്. അങ്ങനെ ഞങ്ങൾ നേരെ ഇനി കൊച്ചിയിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെൽ ബട്ടനും കൂടെ എനേബിൾ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ടാണ് എല്ലാം. അപ്പോൾ താങ്ക് യു ഗായ്സ്.